ഇന്ന് വൈകുന്നേരം നമുക്ക് ചായ കുടിക്കാൻ പോയാലോ? ഞാൻ അതേപ്പറ്റി ഒന്ന് ആലോചിക്കട്ടെ. ചോദ്യവും ഉത്തരവുമാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാൻ പോയാലോ? ഒരു പെർമിഷൻ ചോദിക്കുന്ന പോലെയാണല്ലേ, ഒരു സജഷൻ വെക്കുകയാണ്, ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ നമ്മൾ ചെയ്താലോ എന്നൊരു കാര്യം ചോദിക്കുമ്പോൾ ഷാല് വെച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ. ചോദ്യമാണല്ലോ, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഷാല് വെച്ചിട്ടാണ്. അപ്പൊ എന്ത് ചെയ്താലോ എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാൻ പോയാലോ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഷാൽ വി ഗോ ഫോർ ടീ ദിസ് ഈവനിങ്. സി, നമ്മൾ ഗോ ഫോർ ടീ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. ചായക്ക് വേണ്ടി ഇന്ന പോകുന്നു, ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ. സോ സെയിം മീനിങ് ആണ്. സോ ഷാൽ വി ഗോ ഫോർ ടീ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ പോവുക എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടേം ആണ്, ഒരു യൂസേജ് ആണ്. സോ ഷാൽ വി ഗോ ഫോർ ടീ ദിസ് ഈവനിങ്. ഇന്ന് ഈവനിങ് എന്നുള്ളത്, ഇന്ന് വൈകുന്നേരം എന്നുള്ളത് നമ്മൾ ദിസ് ഈവനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷാൽ വി ഗോ ഫോർ ടീ ദിസ് ഈവനിങ്. ഇനി ഞാൻ അതേപ്പറ്റി ഒന്ന് ആലോചിക്കട്ടെ. ഇത് നമ്മൾ എങ്ങനെ പറയും? സിമ്പിളാണ്. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇതേപ്പറ്റി ഒന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. ലെറ്റ് മീ എന്ത് ചെയ്യട്ടെ? ആലോചിക്കട്ടെ. സോ ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. അതേപ്പറ്റി ഞാനൊന്ന് ആലോചിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 സെൻറ്റൻസസ് ആണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ അത് കോമന്റ് സെക്ഷനിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു. English Mitra. Stop worrying, start learning.